എക്സ്റ്റെൻഡിങ് മൂടാക്കാനുള്ള ഈ വണ്ടിയുടെ വർക്കും കാര്യങ്ങളും ഏകദേശം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാർ നന്നായി തന്നെ മാറിയിട്ടുണ്ട്. T4 വ്യൂ കൂടുതലുള്ളതുകൊണ്ട് ഈ വൈസർ നമുക്ക് കട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. കാരണം ഹാൻഡിൽ ബാർ അത് തട്ടു. ഈ വൈസർ എങ്ങനെയാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ വരച്ച് കട്ട് ചെയ്യൂട്ടോ. ഇനി ആശാന്റെ ഒക്കെ കുറച്ച് ഡിസൈനും കാര്യങ്ങളും പറഞ്ഞു തരൂട്ടോ. ആക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്ന ഒരുപാട് ടൈം നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഹാൻഡ് കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യണം. ടാപ്പ് വെച്ച് അളവെടുത്ത് കറക്റ്റ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ. ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് പിന്നെ ബുദ്ധി ഇത്തിരി കൂടുതലില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായില്ലെന്നുള്ളൂ. ഈ വൈസർ നേരെ കട്ട് ചെയ്ത് തന്നെ അതിന്റെ ഭംഗി നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ ബബിൾ എങ്ങനെയാണ് വന്നേക്കുന്നത് അതേ ഡിസൈനിൽ തന്നെ താഴെ കറക്കി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യും. 15 മിനിറ്റ് നിന്നപ്പോഴത്തേനും ആശാനും അവിടെ തുടങ്ങി. ഈ ഒരു പൊസിഷനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ കട്ട് ചെയ്ത് കുറയ്ക്കാൻ പോകുന്നത്. വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രൈൻഡ് ചെയ്യാൻ പോളിഷ് ചെയ്യാം. ഇനി ഇതിന്റെ അടുത്ത വർക്ക് എന്താണെന്ന് ക്രാഷ് ഗേജ് സെറ്റ് ചെയ്യലുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. ഹാൻഡിൽ ബാറും വൈസറും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബേസിക് ആയിട്ടുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആശാനാണെങ്കിൽ മാവേലിനെ പോലെ വല്ലപ്പോഴും വരുള്ളൂ ഗ്രൗണ്ടിലേക്ക്. ഒന്നേനെ തന്നെ കുറെ ഫോട്ടോസ് എടുക്കും. ഇതുപോലെ ജിമ്മിനെയൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.